Hello everyone, welcome to Rise Up. Today we are starting our PYQ series. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് PYQ ആണ്. 2023 ചോദിച്ചിട്ടുള്ള അഗ്രികൾച്ചർ പാർട്ടിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ മേജർ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ ഇറിഗേഷൻ സിസ്റ്റം ഇൻ റീസെൻറ്റ് ടൈംസ്. സ്റ്റേറ്റ് ദ മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഫോർ എഫിഷ്യൻറ്റ് ഇറിഗേഷൻ മാനേജ്മെൻറ്റ്. 15 മാർക്കറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, 250 വേർഡ്സ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻ എഴുതുന്നതിന് മുന്നേ ആസ് എ പ്രാക്ടീസ്, നിങ്ങൾക്ക് പ്രാക്ടീസ് ഉള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് എഴുതുന്നവരെ സംബന്ധിച്ചോളം നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എത്ര പാർട്ട് ഈ ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് പാർട്ട് തന്നെ പറയുന്നത് വാട്ട് ആർ ദ മേജർ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇറിഗേഷൻ സിസ്റ്റം ഇൻ റീസെൻറ്റ് ടൈംസ് എന്നുള്ളതിനെ പറ്റി തന്നെയാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മേജർ പാർട്ട് എന്ന് പറയുന്നത് ചലഞ്ചസ് ഓഫ് ഇറിഗേഷൻ സിസ്റ്റം എന്താണെന്നുള്ളതും, രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് വാട്ട് ആർ ദ മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഫോർ എഫിഷ്യൻറ്റ്, അതായത് ഓൾറെഡി ഗവൺമെൻറ് എടുത്തിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ് ബെറ്റർ ഇറിഗേഷൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇതാണ് സെക്കൻഡ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പൊതുവേ വിചാരിക്കും ഈ രണ്ട് പാർട്ട് മാത്രമേ ഇതിനകത്തുള്ളൂ എന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഓൾറെഡി ചലഞ്ചസ് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഓൾറെഡി ഗവൺമെൻറ് എടുത്ത മെഷേഴ്സും പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഗവൺമെൻറ് ഇത്രയും മെഷേഴ്സ് എടുത്തതിന് ശേഷവും ദർ ആർ ചലഞ്ചസ് എക്സിസ്റ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഇറിഗേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ, അല്ലേ? അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇനിയും കുറച്ച് സജഷൻസോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ അവിടെ വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് തേർഡ് പാർട്ട് ബിഫോർ കൺക്ലൂഷൻ്റെ ഭാഗത്തേക്ക് നമുക്ക് എന്ത് വേണം? ഒരു സൊല്യൂഷൻ ആസ്പെക്റ്റ് കൂടി ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിന് വേണം. ഇനി ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് വരുന്ന സമയത്തേക്ക് നിങ്ങൾക്കറിയാം, ഇൻട്രൊഡക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് പല മോഡലിലുള്ള ഇൻട്രൊഡക്ഷൻ എഴുതാം. പക്ഷേ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ഡെഫിനേഷൻ ഓഫ് ഇറിഗേഷൻ സിസ്റ്റമോ അങ്ങനെ രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. റാദർ കറക്റ്റായിട്ട് എക്സാമിലേക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് ഹിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രസൻറ്റ് ഇറിഗേഷൻ്റെ ഒരു സ്റ്റാറ്റസ്, ഒരു ഫാക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രസൻറ്റ് ഇറിഗേഷൻ്റെ ഒരു സ്റ്റാറ്റസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നതായിരിക്കും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് വരിക. പിന്നീട് അങ്ങോട്ട് നമുക്ക് എഴുതേണ്ടത് പാർട്ടായിട്ട് പോയിൻറ്റ്സ് വൈസ്ഡ് എഴുതിയാൽ മതി. ഓരോ പോയിൻറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു സപ്പോർട്ട് ഓഫ് എന്തെങ്കിലും ഫാക്ച്വൽ സപ്പോർട്ടോ എക്സാമ്പിൾസോ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഗവൺമെൻറ് സ്കീംസിൽ ആക്ച്വലി ഇറിഗേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് സ്കീംസ് പെട്ടെന്ന് എക്സാം ടൈമിൽ ഓർത്തെടുക്കുക എന്ന് പറയുന്നത് PM കൃഷി സിഞ്ചായി യോജന പെട്ടെന്ന് ആളുകൾ മനസ്സിലേക്ക് വരുമായിരിക്കും. പക്ഷേ അതിൽ ഉപരിയുള്ള രീതിയിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾസിലേക്ക് പെട്ടെന്ന് ഓർത്തെടുക്കുക എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. റിയലായിട്ട് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത്, റിയലായിട്ട് മെയിൻസിൽ ഇരിക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ കാണുമ്പം ഈ ഒരു പാർട്ടിൽ പെട്ടെന്ന് പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഡിഫിക്കൽട്ടീസ് ചിലപ്പം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ഇവിടെ നന്നാവുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് 80% ഓഫ് ദ കൺട്രീസ് ഫ്രഷ് വാട്ടർ കൺസപ്ഷൻ എടുക്കുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചറാണ്. സോ ദാറ്റ് മീൻസ് മജോറിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ, 80% ഫ്രഷ് വാട്ടർ ഇന്ത്യയിൽ കൺസ്യൂം ചെയ്യുന്നത് എന്താണ്? ഇറിഗേഷൻ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറാണ്. ഇത് പ്രിലിംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ആണ്. നമ്മൾ പൊതുവേ പറയാറുണ്ടല്ലോ, മെയിൻസ് പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് വളരെ ഈസി ആവുന്നു. കാരണം ഇതൊക്കെ തന്നെയാണ് നമ്മളിങ്ങനെയുള്ള ഒരുപാട് പ്രിലിംസിലും മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ മിസ് ചെയ്യുന്ന ഒരുപാട് പോയിൻറ്റും അനാലിസിസും ഒക്കെ നമുക്ക് മെയിൻസിൽ കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. ഇനി നോക്കിയാൽ അക്കോർഡിംഗ് ടു മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ അബൌട്ട് 55% ഓഫ് ദ നെറ്റ് സോൺ ഏരിയ ഈസ് ഇറിഗേറ്റഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? ബാക്കി 45% ഓഫ് ഇന്ത്യാസ് അഗ്രികൾച്ചർ നെറ്റ് സോൺ ഏരിയ ഈസ് നോട്ട് ഇറിഗേറ്റഡ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ മൺസൂൺ ഡിപ്പെൻഡൻസിയാണ് ഏറ്റവും വലിയൊരു ഇറിഗേഷൻ്റെ ചലഞ്ച് എന്നുള്ളതുകൂടി നമുക്കിതോടുകൂടി പറയാം. ഇനി ഫസ്റ്റ് പാർട്ടിലേക്ക് വരുമ്പം ചലഞ്ചസ് ആണ്. ചലഞ്ചസിൻ്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പോയിൻറ്റ്സ് ഇവിടെ എഴുതാൻ കിട്ടും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ മതി. നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇന്നെഫിഷ്യൻറ്റ് വാട്ടർ യൂസാണ്. എസ്പെഷ്യലി ഇൻഎഫിഷ്യൻറ്റ് വാട്ടർ യൂസ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ പഞ്ചാബ്, ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ ഇലക്ട്രിസിറ്റി സബ്സിഡീസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഇറിഗേറ്റഡ് അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പെൻഡൻസി ആയിട്ടുള്ള ഇറിഗേറ്റഡ് മെത്തേഡ്, അതുപോലെ ഫ്ലഡ് ഇറിഗേഷൻ്റെ മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫെർട്ടിലൈസർ റൺ ഓഫ് ഇതിലൂടെ വരികയും വാട്ടർ പൊല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഫ്ലഡ് ഇറിഗേഷൻ്റെ മറ്റൊരു പ്രോബ്ലം. അതുപോലെ തന്നെ 85% ഇറിഗേറ്റഡ് ഏരിയയിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഇലക്ട്രിക്കൽ പമ്പ്, ഡീസൽ പമ്പ് എന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സൊല്യൂഷനായിട്ടാണ് നമ്മൾ സോളാർ പമ്പ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ്
സോളാർ പമ്പ്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അണ്ടർ ISA, ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ കീഴിലൊക്കെ നമ്മൾ സോളാർ പമ്പ്സൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഡീസൽ പമ്പ്സിനെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ എനർജി ന്യൂട്രലായിട്ടുള്ള കാർബൺ ന്യൂട്രലായിട്ടുള്ള മെക്കാനിസത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ ചലഞ്ചസ് ആണ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പെൻഡൻസി. ഓൾറെഡി പറഞ്ഞു 62% ഇറിഗേറ്റഡ് ഏരിയയും അല്ലെങ്കിൽ 85% ഓഫ് ദ റൂറൽ വാട്ടർ സപ്ലൈയിൽ ചെയ്യുന്നത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലേക്കാണ് പോകുന്നത്. അതേപോലെ വളരെ എനർജി ഇൻറ്റൻസീവായ ഇറിഗേഷൻ മെത്തേഡ്സ് ആണ് അറ്റ് പ്രസൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വേറൊരു ചലഞ്ചസ് ആണ്. അതേപോലെ റീജിയണൽ ഡിസ്പാരിറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 20% ഓഫ് ദ നെറ്റ് സോൺ ഓഫ് വെസ്റ്റ് ബംഗാൾ മാത്രമേ ഇറിഗേറ്റഡ് ആയിട്ടുള്ളൂ. പക്ഷേ പഞ്ചാബ് ഹരിയാനയൊക്കെ നോക്കുകയാണെങ്കിൽ മോർ ദാൻ 90% അവരുടെ നെറ്റ് സോൺ ഏരിയ അണ്ടർ ഇറിഗേറ്റഡ് ആണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രോബ്ലം, ഇനി മൈക്രോ ഇറിഗേഷൻ മെത്തേഡ്സ് പോലെയുള്ള സ്പ്രിംഗ്ലർ ഇറിഗേഷൻസ്, ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഒക്കെ കോസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലി ലാർജ് ഫാം ഹോൾഡേഴ്സിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഇതുപോലെയുള്ള പ്രൊജക്ട്സ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സ്മോൾ സ്കെയിൽ ദ പ്രോബ്ലം ഈസ് 86% ഓഫ് ഇന്ത്യൻ ഫാമേഴ്സ് ആർ സ്മോൾ ആൻഡ് മാർജിനലാണ് എന്നുള്ളതാണ്. സോ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ഇൻ്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് വേറൊരു ഇഷ്യൂ ആണ്. മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ഇറിഗേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഗിവൺ അണ്ടർ സ്റ്റേറ്റ് സബ്ജക്റ്റ്, പക്ഷേ മോസ്റ്റ് ഓഫ് അവർ റിവേഴ്സ് ആർ ഇൻ്റർസ്റ്റേറ്റ്. അപ്പം നമ്മൾ ഇറിഗേഷൻ്റെ ഒരു പ്ലാനിങ് ഒരു സ്റ്റേറ്റ് നടത്തുമ്പോൾ അത് സ്റ്റേറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമേ നടത്തുന്നുള്ളൂ. ദേ ആർ ഓൺലി ലുക്കിംഗ് ഇൻ ടു ദ കൺസിഡറേഷൻ ഓഫ് ദെയർ സ്റ്റേറ്റ് യൂട്ടിലൈസേഷൻ വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. പക്ഷേ വാട്ടർ ഇൻ്റർസ്റ്റേറ്റ് ആയതുകൊണ്ട് വിച്ച് ഈസ് ലീഡിങ് ടു ഇൻ്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്. അപ്പോൾ വാട്ടറിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു. എക്സ്പെഷ്യലി നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. തമിഴ്നാട് കർണാടക ഇഷ്യൂ കോൺഫ്ലിക്റ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസസിൽ ഉണ്ടാവുന്നതാണ്. അനദർ പ്രോബ്ലം വിത്ത് റെസ്പെക്ട് ടു ഇറിഗേഷൻ ഈസ് ഇൻഫ്രാസ്ട്രക്ചർ ഡീക്കേ ആണ്. ഇപ്പോൾ ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഡാറ്റ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 45% to 55% ഓഫ് കനാൽ വാട്ടർ ലോസ് ഡ്യൂ ടു ലീക്കേജസ്. ഇത് നാഷണൽ വാട്ടർ ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ ഒരു സ്റ്റഡിയാണ്. അപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞാൽ 45 to 55% ഓഫ് ദ കനാൽ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ വാട്ടർ ഡെവലപ്മെൻറ്റ് ഏജൻസി പ്രകാരം ലീക്കേജസ് കണ്ട് മാത്രം ചെയ്യുന്നുണ്ട്. ഇനി മറ്റ് ജനറൽ പോയിന്റുകളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിക്ലൈനിങ് വാട്ടർ ടേബിൾ എഴുതാം. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് കാരണം എക്സ്ട്രീം ക്ലൈമറ്റ് ചേഞ്ച്, ഇപ്പോൾ IMDൻ്റെ തന്നെ റിപ്പോർട്ട് പ്രകാരം 40% റെയിൻ വാട്ടർ ഡിഫറൻസസ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം വരാൻ പോകുന്നത്. അപ്പം ഇതുപോലെയുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഡ്രൗട്ട് വരുന്നു, ഫ്ലഡ് വരുന്നതൊക്കെ കൊണ്ട് ഇറിഗേഷനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ പോയിന്റ്സ് യു ക്യാൻ മെൻഷൻ അണ്ടർ ദ ചലഞ്ചസ്. ഇനി മെഷേഴ്സ് ടേക്കൺ ബൈ ഗവൺമെൻറ്റിൽ കുറച്ചുകൂടി ഫാക്ച്വലാണ് ഇവിടെ, കാരണം ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് എന്നുള്ളതാണ്. അപ്പം ഫസ്റ്റായിട്ട് നിങ്ങൾ എന്തായാലും വിട്ടുപോകാതെ ഏറ്റവും ആദ്യം എഴുതേണ്ട പോയിന്റ് ഇത് തന്നെയാണ്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ഹർ ഹാത്ത് ഹോ പാനി അല്ലെങ്കിൽ വാട്ടർ എവരി ഫീൽഡ് എന്ന് പറയുന്ന ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊമോട്ടിങ് മൈക്രോ ഇറിഗേഷനൊക്കെ വേണ്ടിയിട്ടാണ് PM കിസാൻ യോജന കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെയും പ്രോബ്ലം ഉണ്ട്. പല സ്റ്റേറ്റുകളും PM കിസാൻ യോജനയും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് കാരണം പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നില്ല. അതേപോലെ തന്നെ അനദർ സ്കീംസാണ് കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ്. കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റിലും ഇറിഗേഷൻ എഫിഷ്യൻസിയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും മേജറായിട്ടുള്ള പ്രൊവിഷൻ ഈ കനാലിലുള്ള ലീക്കേജസ് റിപ്പയർ ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു പ്രൊവിഷനാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ചലഞ്ചസിൽ ലീക്കേജ് കാരണം ഒരുപാട് വാട്ടർ നമ്മൾ ലോസ്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത്. മൂന്നാമത്തെ പോയിന്റ് കൊടുത്ത് അടൽ ഭൂജൽ യോജനയാണ്. സോ അടൽ ഭൂജൽ യോജനയിൽ ബഡ്ജറ്റ് ഓഫ് 6,000 crores നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി അലോക്കേറ്റ്. ഈ ഡാറ്റ ഒന്നും നിങ്ങൾ ഓർത്ത് വെക്കണമെന്നില്ല കേട്ടോ. സോ ദിസ് സ്കീം ഫോക്കസ് ഓൺ സസ്റ്റൈനബിൾ ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെൻറ്റ് ഇൻ സ്ട്രെസ്ഡ് റീജിയൻ ആണ്. ദർ ആർ സെലക്റ്റഡ് ഏരിയാസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ആ ഡിസ്ട്രിക്ട്സിൻ്റെ അകത്ത് എന്ത് ചെയ്യും, ഇത് ഫോക്കസ്ഡ് ആയിട്ടുള്ള അടൽ ഭൂജൽ യോജന ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജൽശക്തി അഭിയാൻ പ്രൊമോട്ട് വാട്ടർ കൺസർവേഷൻ ആൻഡ് റീചാർജ് ഗ്രൗണ്ട് വാട്ടർ ത്രൂ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റിലാണ് ജൽശക്തി വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിനെല്ലാം ഹോളിസ്റ്റിക്കലി കവർ ചെയ്യുന്ന വേറൊരു മിഷനാണ് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഇറിഗേഷൻ, ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രികൾച്ചർ, അതേപോലെ തന്നെ നമ്മുടെ കെമിക്കൽ ഫ്രീ അഗ്രികൾച്ചറിലേക്കൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഓവറോൾ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു മൂന്നാമത്തെ പാർട്ടിലോട്ട് വരുമ്പം ഈ വേ ഫോർവേഡ് എന്ന് പറയുന്ന പാർട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന പാർട്ട് ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷേ ചലഞ്ചസ് അവിടെ ഉള്ളത് കൊണ്ടും നമ്മൾ ചലഞ്ചസ് ഓൾറെഡി മെൻഷൻ ചെയ്തു, ഗവൺമെൻറ് സ്കീമും മെൻഷൻ ചെയ്തു. പക്ഷേ ഇവിടെ ഇനിയും ബെറ്റർ ആവാനുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 2-3 സൊല്യൂഷൻസ് ഈ ക്വസ്റ്റ്യനിൽ മസ്റ്റായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം. അപ്പോൾ നമുക്ക് പറയാം വളരെ പ്രൊമോട്ട് മൈക്രോ ഇറിഗേഷൻ ടെക്നിക്സ് പ്രൊമോട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മിഹിർ ഷാ കമ്മിറ്റി 2014 റിപ്പോർട്ടിൽ തന്നെ 50% എന്ത് ചെയ്യണം, മൈക്രോ ഇറിഗേഷൻസ് ടോട്ടൽ ഇറിഗേറ്റഡ് ഏരിയയിലേക്ക് സ്കെയിലപ്പ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു സൊല്യൂഷനാണ് ഡീസെൻട്രലൈസ്ഡ് വാട്ടർ മാനേജ്മെൻറ്റ്. എസ്പെഷ്യലി പഞ്ചായത്ത് ലോക്കൽ കമ്മ്യൂണിറ്റികൾക്കൊക്കെ എന്ത് ചെയ്യണം, ഇറിഗേഷൻ പ്രൊജക്ട്സ് ഇംപ്ലിമെൻറ്റേഷൻ അവർക്കായിരിക്കണം അതിൻ്റെ ചുമതല കൊടുക്കേണ്ടത്.
അതുപോലെ തന്നെ എൻഹാൻസ് വാട്ടർ ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, പ്രൊമോട്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് റീചാർജ് ടെക്നിക് ഇൻ ഓവർ എക്സ്പ്ലോയിറ്റഡ് ഏരിയാസ്. അതേപോലെ ഇതിനകത്ത് വേറൊരു സൊല്യൂഷൻ കൊടുക്കാൻ പോകുന്നു. ഒരു ബെസ്റ്റ് പ്രാക്ടീസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോളിസ്റ്റിക്കലായിട്ട് ഈ പ്രോബ്ലം എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കാം. അതിനൊരു പ്രൊജക്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മിഷൻ കക്കാത്തിയൻ്റെ തെലങ്കാനയിലുള്ള ഇറിഗേഷൻ പ്രൊജക്റ്റാണ്. ദിസ് ഈസ് ലൈക്ക് ബേസിക്കലി കമ്മ്യൂണിറ്റിനെ ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. മൈക്രോ ഇറിഗേഷൻസ് ആൻഡ് റിജുനേഷൻ ഓഫ് ടാങ്ക്സ്, അതുപോലെ തന്നെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ സോഴ്സസിനെ ക്ലീൻ ആക്കി എടുക്കുക. സോ പീപ്പിൾ പാർട്ടിസിപ്പേഷനോടുകൂടി വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് മിഷൻ കക്കാത്തിയ. സോ ഇതൊരു ബെസ്റ്റ് മോഡൽ പ്രാക്ടീസസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. സോ ഈ ബെസ്റ്റ് മോഡൽ പ്രാക്ടീസസും വേ ഫോർവേഡും ആയിട്ട് എഴുതിയിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൺക്ലൂഷൻ എൻഡ് ചെയ്യാം. ഇനി അനദർ ഒരു കൺക്ലൂഷൻ്റെ വേർഡ് കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അശോക് ദൽവായി പാനലിൻ്റെ റെക്കമെൻഡേഷൻ വേർ സസ്റ്റൈനബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മോഡേൺ ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചറിൽ ആൻഡ് ഇൻക്ലൂഡിങ് ഡ്രിപ്പ് ആൻഡ് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ വാട്ടർ പോളിസി, പഴയ വാട്ടർ പോളിസിയാണ് നമ്മൾ ഇപ്പോഴത്തെ വാട്ടർ പോളിസി. സോ അത് മാറ്റി ന്യൂ വാട്ടർ പോളിസി 2026 നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നെങ്കിൽ 2026 ഒരു വാട്ടർ പോളിസിയിലേക്ക് എത്തണം എന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നാളെ നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.